പിന്നെ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. ഇപ്പം റഫ്താർ ആണെങ്കിൽ അവരുടെ റേസിംഗ് കാർ. നമ്മളിപ്പം അന്ന് ഇടുന്ന എഫേർട്സിനുള്ള ഒരു നമ്മളിട്ട ഹാർഡ് വർക്കിനുള്ള ഒരു വാല്യൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും നമുക്ക്. AI എന്ന് പറഞ്ഞാൽ വളരെ എവോൾവിംഗ്, ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരു ഡൊമൈനാണ്, വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഡൊമൈനാണ്, പല ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നത്. അതുപോലെ വേറെ എത്രയോ ഡൊമൈൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു കോഴ്സിൽ ഒരു കുട്ടിക്ക് 4 വർഷം കൊണ്ട് പഠിച്ചെടുക്കാവുന്നതല്ല. കോമ്പറ്റീഷൻ ടീംസ് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നതാണ്. കാരണം അവർക്ക് എപ്പോഴും ഒരു ടാർഗറ്റ് ഉണ്ടാവും. ഇന്ന കോമ്പറ്റീഷന് വേണ്ടി അവർ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ ചിലപ്പോൾ പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കില്ല, വേറെ അബ്രോഡ് ആയിരിക്കാം. അപ്പോൾ അത് ടാർഗറ്റ് വെച്ചിട്ട് ഒരു വർഷം മൊത്തം അവർ വർക്ക് ചെയ്യുന്ന ഒരു ഇതിലാണ്. ഹായ്, നമ്മളിന്ന് IIT മദ്രാസിലാണ്. IIT മദ്രാസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇച്ചിരി അധികം പ്രത്യേകതകളുള്ള ദിവസമാണ്. ഇന്നാണ് ഇവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയ ഓപ്പൺ ഹൗസ് നടക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും ഒരുപക്ഷെ എന്താണ് ഓപ്പൺ ഹൗസ്, എന്തുകൊണ്ടാണ് IIT മദ്രാസ് ഇത്രമാത്രം പ്രാധാന്യം ഈ ഒരു ദിവസത്തിന് കൊടുക്കുന്നതെന്ന് ഒരുപക്ഷെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും. എന്താണ് ഓപ്പൺ ഹൗസ് എന്നതിനെ കുറിച്ച് പറഞ്ഞു തരുന്നതിന് വേണ്ടി സെക്കൻഡ് ഇയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥിയായ ബ്രില്യൻ സ്റ്റഡീസിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീരാമും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥിയായ മാധവും ജോയിൻ ചെയ്യുന്നു. ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ശരിക്കും എന്താണ് ഈ ഓപ്പൺ ഹൗസ് ഉദ്ദേശിക്കുന്നത്? നമ്മള് C5 നേരത്തെ കണ്ടില്ലായിരുന്നു. ആ C5 ഇപ്പം പറഞ്ഞ പോലെ പ്രോട്ടോടൈപ്സ് ഉണ്ടാക്കും അവര്. പിന്നെ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. ഇപ്പം റഫ്താർ ആണെങ്കിൽ അവരുടെ റേസിംഗ് കാർ, അതൊക്കെ വൺസ് ഇൻ എൻ ഇയർ അവരെല്ലാം ഡിസ്പ്ലേ ചെയ്യും. ഷോക്കേസ് ചെയ്യുന്ന ഒരു വലിയൊരു എക്സിബിഷൻ പോലത്തെ ഒരു പ്രോഗ്രാമാണ്. ഒരു വർഷം തുടങ്ങുമ്പോൾ അവർ ആ വർഷം അണ്ടർടേക്ക് ചെയ്യുന്ന ഏതൊക്കെ പ്രോജക്ട്സ് ആണെന്ന് അതിനുവേണ്ടി അവർ ആപ്ലിക്കേഷൻസ് റിലീസ് ചെയ്യും, കുട്ടികളെ റിക്രൂട്ട് ചെയ്യും അവരുടെ ക്ലബിലേക്ക്. എന്നിട്ട് അവർ ഒരു വർഷം ഏതെങ്കിലും പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിൽ വർക്ക് ചെയ്യും. അപ്പൊ ഈ ഒരു വർഷം വർക്ക് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ അവർക്ക് അവിടെ ഒരു ഇൻസ്പിറേഷൻ കിട്ടിക്കാണോ, ഏതെങ്കിലും ഒരു റിസർച്ച്, ഏതെങ്കിലും നേരത്തെ നടന്ന റിസർച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ കിട്ടി അവർ സ്വന്തം ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫസേഴ്സ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നതാവാം. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഒരു വർഷം അവർ എന്തെങ്കിലും ഒരു ഐഡിയയിൽ അവർ വർക്ക് ചെയ്യും. ഒരു വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞൊരു വർഷം നടന്നത് അവരുടെ പ്രോജക്റ്റ് എന്തൊക്കെയാണ് അവർ ചെയ്ത അഡ്വാൻസ്മെന്റ്സ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ വർക്ക് എന്തായിരുന്നു എന്നുള്ളത് അവർ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഇവന്റ് ആണ് ഓപ്പൺ ഹൗസ്. ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തെ വിദ്യാർത്ഥികളുടെ എഫേർട്ടാണ് ഇന്ന് തിരിച്ചറിയുന്നത്. ഇത് ഒരു കോ കരിക്കുലർ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇത് അക്കാഡമിക്സ് ആയിട്ടുള്ളതല്ല. ഇത് ഇവരുടെ സ്വന്തം ഇൻട്രസ്റ്റിൽ, ഇപ്പൊ ഇതിൽ 3D പ്രിന്റിംഗ്, AI പ്രോഗ്രാമിംഗ്, ഇതുപോലെ ഏത് ഇൻട്രസ്റ്റിൽ പല ഡൊമൈൻസിൽ ഇൻട്രസ്റ്റിൽ എല്ലാവരും അവരുടെ ക്ലബ് ഒരു പ്രോജക്റ്റ് എടുക്കാറുണ്ട്, പ്രോജക്ട്സ് എടുക്കാറുണ്ട്. ഈ പ്രോജക്ട്സ് എല്ലാവരും ഇവർ ഒരു വർഷത്ത് ചെയ്ത വർക്കിന്റെ ഡിസ്പ്ലേ എന്നാണ് അവർ കഴിഞ്ഞ ഒരു വർഷം ചെയ്തത്. അതിന്റെ ഒരു ഡിസ്പ്ലേ ആണ് അവരിന്ന് കാണിക്കുന്നത്. ഇത് എല്ലാവർക്കും ഓപ്പൺ ആണ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ളവർക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എൻട്രി കിട്ടുന്നതായിരിക്കും. ശരിക്കും ഇങ്ങനെ ഒരു ഓപ്പൺ ഹൗസിൽ ഒരു വിദ്യാർത്ഥി പങ്കെടുത്ത് ആ ഒരു എലിജിബിലിറ്റി എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ എന്താണ് ഒരു വിദ്യാർത്ഥിക്ക് ബിടെക് കഴിഞ്ഞു എന്ത് ബെനിഫിറ്റ് അതിന്റെ അതൊന്നും കിട്ടുന്നത്? സോ ബേസിക്കലി നമ്മളിപ്പോ നമ്മുടെ കോഴ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്ന ഒബ്വിയസ്ലി നമ്മളൊരു ബിടെക് ഡിഗ്രി ആണല്ലോ എടുക്കുന്നത്, അപ്പൊ അതിന്റെ സ്കിൽസ് നമുക്ക് കിട്ടും. പക്ഷെ ഇതല്ലാതെ ഇപ്പോൾ AI എന്ന് പറഞ്ഞാൽ വളരെ എവോൾവിംഗ്, ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരു ഡൊമൈനാണ്, വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഡൊമൈനാണ്, പല ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നത്. അതുപോലെ വേറെ എത്രയോ ഡൊമൈൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു കോഴ്സിൽ ഒരു കുട്ടിക്ക് 4 വർഷം കൊണ്ട് പഠിച്ചെടുക്കാവുന്നതല്ല. അതിൽ പല കാര്യങ്ങളും നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമ്മൾ സ്വന്തം നമ്മളുടെ ഡ്രൈവ് വെച്ച് അല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് വെച്ച് പഠിക്കുന്നതാണ്. അപ്പൊ അത് ഓരോരുത്തർ അവർക്ക് ഏതാണോ പാഷൻ, അവരുടെ ടെക്നോളജിയിൽ അവർക്ക് ഏത് ഡൊമൈനിലാണോ പാഷൻ അത് ഫോളോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും കൂടിയായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ ഒത്തിരി ക്ലബ്ബുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ക്ലബ്ബുകൾ ഏതൊക്കെയാണ്? അതിൽ ഏതെങ്കിലും ക്ലബ്ബിൽ നിങ്ങൾ ഏതെങ്കിലും പൊസിഷൻസ് വഹിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ കോമ്പറ്റീഷൻ ടീംസ് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നതാണ്. കാരണം അവർക്ക് എപ്പോഴും ഒരു ടാർഗറ്റ് ഉണ്ടാവും. ഇന്ന കോമ്പറ്റീഷന് വേണ്ടി അവർ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ ചിലപ്പോൾ പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കില്ല, വേറെ അബ്രോഡ് ആയിരിക്കാം. അപ്പോൾ അത് ടാർഗറ്റ് വെച്ചിട്ട് ഒരു വർഷം മൊത്തം അവർ വർക്ക് ചെയ്യുന്ന ഒരു ഇതിലാണ്. അതാണ് കോമ്പറ്റീറ്റീവ് ടീംസിന്റെ കാര്യം. ടെക്നിക്കൽ ക്ലബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രോഗ്രാമിംഗിന് ക്ലബ് ഉണ്ട്, AI ക്ലബ് ഉണ്ട്, പല 3D പ്രിന്റിംഗ് ഇതുപോലത്തെ വേറെ പല ഡൊമൈൻസിനൊക്കെ ക്ലബ്സ് ഉണ്ട്. അതേപോലെ സഹായം എന്ന് പറഞ്ഞ വേറെ ക്ലബ്. അപ്പൊ ഇതുപോലെ കുറെ ക്ലബ്സ് ഉണ്ട്. ബേസിക്കലി ഏതൊരു കുട്ടിക്കും അവരുടെ പാഷൻ ഏതാണോ അത് പെർസ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ടെക്നോളജിക്കൽ ഡൊമൈനിൽ C5 കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഒരു IIT-യിലേക്ക് പഠിക്കാനായിട്ട് വരുമ്പോഴത്തേനും വിദ്യാർത്ഥികൾക്ക് അറിയാൻ ഒത്തിരി ആഗ്രഹം കാണും. മറ്റ് ഒരു കൺവെൻഷണൽ കോളേജ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ യൂണിയൻ ഉണ്ട്, അവിടെ സ്പോർട്സ് ഡേ അല്ലെങ്കിൽ ഈ പറയുന്ന ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ട്. എന്താണ് ഈ IIT മദ്രാസിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുന്നത്? മെയിൻ ആയിട്ടുള്ള 2 ഫെസ്റ്റിവൽസ് സാരംഗം ശാസ്ത്രയാണ്. സാരംഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൾച്ചറൽ ഫെസ്റ്റ് ആണ്, ശാസ്ത്ര ടെക്നിക്കൽ ഫെസ്റ്റ് ആണ്. ഇവിടുത്തെ ടെക് ഇവന്റ്സ്, ടെക് വർക്ക്ഷോപ്സ്, ടെക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശാസ്ത്രയിൽ നടക്കും. അതേസമയം സാരംഗാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ലാർജ് സ്റ്റുഡന്റ് റൺ ഫെസ്റ്റിവലാണ്. കംപ്ലീറ്റ്ലി സ്റ്റുഡന്റ് ആണ്. ഞങ്ങളുടെ സ്റ്റുഡൻസ് ആണ് എല്ലാം ടോപ്പ് ടു ബോട്ടം മാനേജ് ചെയ്യുന്നത്. അവർ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരും. വലിയ ആർട്ടിസ്റ്റ്. ഈ കൊല്ലം വന്നത് അമിത് ത്രിവേദിയായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്. അപ്പൊ അതാണ് ഞങ്ങളുടെ 2 മെയിൻ ആയിട്ടുള്ള കൾച്ചറൽസ് ആയിട്ടുള്ള. പിന്നെ ഞങ്ങളിവിടെ ഇന്റർ IIT പോകുന്നുണ്ട്, ഇന്റർ IIT പ്രോഗ്രാംസ്. അതിനകത്ത് കണ്ടിജന്റ് ലീഡ്സ് ഉണ്ട്. അതിന് ഇന്റർ IIT ടെക് ഉണ്ട്, കൾച്ചറൽസ് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്. അതിന് ഓരോന്നിനും അതിൻ്റെതായ സെക്രട്ടറീസും ഉണ്ട്. ഒരുപക്ഷെ ഒരു IIT എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പുറത്തുള്ള വിദ്യാർത്ഥികളൊക്കെ കരുതും ഈ പഠിത്തം മാത്രമേ ഉള്ളൂ, ഫുൾ ടൈം പഠിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. ശരിക്കും എങ്ങനെയാണ് ഈ ഒരു IIT-യുടെ ഒരു വൈബ് എങ്ങനെയാണ്? IIT-യുടെ വൈബ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു 3.5-4 മാസം ക്ലാസ് ഉണ്ട്, പിന്നെ 1.5 മാസം വെക്കേഷൻ ആണ്.
1.5 1.5 മാസം അല്ലെങ്കിൽ 2 മാസം ഡിപ്പെൻസ്. സമ്മർ വെക്കേഷൻ കൂടുതലാണ്, കാരണം JEE അഡ്വാൻസ് കഴിഞ്ഞിട്ട് അടുത്ത വർഷത്തെ പിള്ളേരുടെ ജോസ കൗൺസിലിംഗ് കഴിഞ്ഞിട്ടാണ് സെം തുടങ്ങുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു ഗ്യാപ്പ് അത്യാവശ്യം വലുത്. ആ സമ്മറിൽ സമയത്ത് നിങ്ങൾ എന്താ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്? വീട്ടിലാണോ അതോ ലീവായിട്ട് വീട്ടിലായിരിക്കും. ഇപ്പൊ ഈ C5 ഏതെങ്കിലും പ്രോജക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്തിട്ട്, കാരണം ഈ ഹൈപ്പർ ലൂപ്പ് അല്ലെങ്കിൽ ഈ റേസിംഗ് കാർ ഉണ്ടാക്കാന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് പറയുമ്പോൾ അവർക്ക് ഓൺ സൈറ്റ് ഒന്ന് ചെയ്യണം. അല്ല വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടർ വെച്ചിട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വർക്ക് ഫ്രം ഹോം പറ്റൂല. അവർ ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യും. അവർക്ക് ഇവിടെ അതിന്റെ ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ കണ്ട C5 ഹബ്ബ് അവിടെയാണ് അവരുടെ എല്ലാ മോഡൽസും, അവിടെയാണ് അവരുടെ വർക്ക് പ്ലേസ്. സോ അവിടെയാണ് എല്ലാത്തിനെയും എല്ലാം ചെയ്യുന്നത്. ഈ ടെക്നിക്കൽ ക്ലബ്സിന്റെ എല്ലാ വർക്കും നടക്കുന്ന ആ ഒറ്റ ബിൽഡിംഗിലാണ്. സോ ആ ബിൽഡിംഗ് 24/7 ഓപ്പൺ ആണ്. ഫുൾ ടൈം ഓപ്പൺ ആണ്. ആർക്കെപ്പോ ആണെങ്കിൽ അവിടെ ഉറങ്ങുന്നവരുണ്ട്. ഒരുപക്ഷെ രാത്രി എല്ലാ വർക്ക് ചെയ്യുമ്പോൾ 2 മണിയാകുമ്പോൾ. അപ്പൊ ഇവിടെ ഫുൾ ടൈം വർക്കാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പിയർ ഗ്രൂപ്പാണ്. ഇപ്പൊ ബാക്കിയുള്ള സ്ഥലത്ത് ഇല്ലാത്തത് ഇവിടെ ഉള്ളത് അതൊന്നാണ് മെയിൻ. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത്രയും ലൈക്ക് മൈൻഡഡ് പീപ്പിൾ ഒരുമിച്ച് ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വരുമ്പോൾ എല്ലാവർക്കും കോമൺ ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരേ പാഷനുള്ള നമുക്ക് ഇപ്പൊ എനിക്കൊരു പാഷന് വേറെ ആൾക്ക് അതേപോലെ പാഷനുള്ള ആളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു എൻവയോൺമെന്റ് ആണ്. ഗൈഡൻസ് കിട്ടുന്ന ഒരു എൻവയോൺമെന്റ് ആണ്. കാരണം ഇവിടുത്തെ പ്രൊഫസേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ക്വാളിഫൈഡ് ആണ്. അപ്പൊ എങ്ങനത്തെ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നു, എനിക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ട്, ഇങ്ങനത്തെ ഒരു സർച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ പ്രൊഫസറെ കൺസൾട്ട് ചെയ്യാം. അവരുടെ റെക്കമെൻഡേഷൻസ് പറയാം. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്യാം. അപ്പോൾ ഒരു എക്സ്പോഷർ നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ഒരുപക്ഷെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് വ്യത്യസ്തമായി. ഇവിടെ മലയാളി അസോസിയേഷൻസ് അങ്ങനെ വല്ലതും IT മദ്രാസ് ആക്റ്റീവ് ആണോ? ഇവിടെ കേരള കലാസമിതി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പൊ ഓണത്തിനൊക്കെ പരിപാടി എല്ലാ മെയിൻ ഡേയ്സിലെല്ലാം പരിപാടികളൊക്കെ നടത്താറുണ്ട്. ഇവിടെ ആഘോഷങ്ങൾക്കൊന്നും ഒരു കുറവില്ല. അതൊക്കെ നടത്താറുണ്ടല്ലോ. ഇനിയിപ്പം ബ്രില്യന്റ് സ്റ്റഡി സെന്ററിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ JEE മെയിൻ സെഷൻ 1 കഴിഞ്ഞു, JEE മെയിൻ സെഷൻ 2 വരുന്നു, JEE അഡ്വാൻസ്ഡ് എക്സാമുകൾ നടത്തപ്പെടാനായിട്ട് പോകുന്നു. IIT-യിലേക്ക് വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ജൂനിയേഴ്സ് ബ്രില്ലിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ തുടങ്ങുകയാണ്. എന്താണ് ജൂനിയേഴ്സിനോട് ഈ ഒരു IIT മദ്രാസിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മളിപ്പം അന്ന് ഇടുന്ന എഫേർട്സിനുള്ള നമ്മളിട്ട ഹാർഡ് വർക്കിനുള്ള ഒരു വാല്യൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും നമുക്ക്. നമ്മളെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഒരുപാട് ആ ഒരു സ്ട്രെസ്സും ടെൻഷനും ഒന്നും ഒരുപാട് കാണത്തില്ല. ലൈഫ് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡൊമെയിൻ പെർസ്യൂ ചെയ്ത് നമ്മുടെ ഇൻട്രസ്റ്റുകൾ പെർസ്യൂ ചെയ്ത് അതിനുള്ള പിയർ ഗ്രൂപ്പ് ഉണ്ട്. ശ്രീരാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇവിടുത്തെ പിയർ ഗ്രൂപ്പാണ്. ഇവിടെ ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രോജക്റ്റ് എന്തെടുത്താലും എന്തൊരു ഐഡിയ എടുത്താലും അതിനെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ കൂടെ നിൽക്കാൻ ഒരുപാട് ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പെർസ്യൂ ചെയ്ത് പോകാൻ പറ്റും. അത് IIT-യിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്.